രാത്രി 11 മണി. തുന്നൽ ജോലികളും പലഹാരത്തിനുള്ള ആദ്യഘട്ട ഒരുക്കങ്ങളും കഴിഞ്ഞ് ആര്യയും സുധിയും വീടിന്റെ പിൻവശത്തെ ചെറിയ വരാന്തയിൽ ഇരിക്കുകയാണ്. ചുറ്റും കാറ്റിന്റെ നിശബ്ദത. വരാന്തയിലെ റാന്തൽ വെളിച്ചത്തിൽ അവരുടെ നിഴലുകൾ ചുവരിൽ പതിഞ്ഞു കിടക്കുന്നു. ആര്യ ക്ഷീണത്തോടെ വരാന്തയിലെ തൂണിൽ ചാരിയിരിക്കുന്നു. സുധി അവളുടെ അരികിലേക്ക് നടന്നെത്തി അവൾക്ക് ഒരു ഗ്ലാസ് ചൂടുവെള്ളം നീട്ടുന്നു. സുധി സ്നേഹത്തോടെ അവളുടെ അരികിലിരുന്ന് വെള്ളം കൊടുത്തുകൊണ്ട് പറഞ്ഞു, ക്ഷീണിച്ചോ ആര്യയെ? രാവിലെ മുതൽ ഒരേ നിൽപ്പല്ലേ? ഞാൻ എത്ര തവണ പറഞ്ഞു കുറച്ചു നേരം കിടക്കാൻ. നിനക്ക് ഒട്ടും വിശ്രമമില്ല. ആര്യ ചൂടുവെള്ളം കുടിച്ച് സുധിയുടെ തോളിലേക്ക് തല ചായ്ച്ചുകൊണ്ട് പറഞ്ഞു, ഏയ്, കഷ്ടപ്പെടാൻ എനിക്ക് മടിയില്ല സുധിയേട്ടാ. പക്ഷെ ചിലപ്പോഴൊക്കെ എനിക്കൊരു പേടി തോന്നും. ഈ കടങ്ങളും പട്ടിണിയും മാറ്റാൻ ഓടി നടക്കുന്നതിനിടയിൽ നമ്മൾ നമ്മളെ സ്നേഹിക്കാൻ മറന്നു പോവുമോ? ഈ നെട്ടോട്ടത്തിനിടയിൽ നമ്മുടെ പ്രണയം എവിടെയെങ്കിലും നഷ്ടപ്പെട്ടു പോവുമോ? സുധി പതുക്കെ അവളുടെ കൈവിരലുകൾ തന്റെ കൈകൾക്കുള്ളിലാക്കി ചേർത്ത് പിടിച്ചു. അവന്റെ കണ്ണുകളിൽ വലിയൊരു വാത്സല്യവും ആർദ്രതയും ഉണ്ടായിരുന്നു. സുധി അവളുടെ നെറുകയിൽ മുത്തമിട്ടുകൊണ്ട് പറഞ്ഞു, മറക്കില്ല ആര്യ, നമ്മൾ മറക്കില്ല. ഈ പട്ടിണിയും കഷ്ടപ്പാടും ഒക്കെ വരുന്നത് നമ്മളെ അകറ്റാനല്ല, നമ്മളെ കൂടുതൽ അടുപ്പിക്കാനാണ്. ആണുങ്ങൾക്ക് ജോലി ഇല്ലാതാകുമ്പോൾ തകർന്നു പോകുന്ന എത്രയോ കുടുംബങ്ങളുണ്ട്. പക്ഷെ നീ എന്നെ തള്ളി പറഞ്ഞില്ലല്ലോ. എൻ്റെ കൂടെ പാറ പോലെ ഉറച്ചു നിന്നില്ലേ? ആ സ്നേഹമുള്ളിടത്തോളം കാലം നമ്മളെ തോൽപ്പിക്കാൻ ഒരു കടത്തിനും കഴിയില്ല. ആര്യ സുധിയുടെ നെഞ്ചിലേക്ക് ചേർന്ന് കിടന്നുകൊണ്ട് പറഞ്ഞു, നമ്മളുടെ മക്കളുടെ കാര്യവും എനിക്ക് പേടിയ സുധിയേട്ടാ. അവരെ വലുതാക്കാൻ നമുക്ക് വലിയ സമ്പാദ്യമൊന്നും കൊടുക്കാനുണ്ടാകില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, പണം കൊണ്ടല്ല സ്നേഹം കൊണ്ടാണ് കുഞ്ഞുങ്ങൾ വളരേണ്ടത്. അവർ കണ്ടു വളരുന്നത് നമ്മുടെ ഈ പരസ്പരമുള്ള സ്നേഹവും ബഹുമാനവുമാകണം. അമ്മയും അച്ഛനും കഷ്ടപ്പെടുന്നത് തങ്ങൾക്ക് വേണ്ടിയാണെന്ന് അവർ നാളെ അഭിമാനത്തോടെ പറയണം. സുധി പുഞ്ചിരിയോടെ, അവർ പറയും ആര്യ, നിന്നെ പോലൊരു അമ്മയെ കിട്ടിയത് അവരുടെ ഭാഗ്യമാ. നാളെ ഈ പലഹാരത്തിന്റെ ഓർഡറൊക്കെ കൊടുത്ത് ബാങ്ക് ലോൺ ശരിയായി നമ്മൾ ടൗണിൽ കട തുടങ്ങുമ്പോൾ നമ്മുടെ എല്ലാ സങ്കടങ്ങളും മാറും. നീ കാണാൻ കൊതിച്ച ആ നല്ല ദിവസങ്ങൾ വരും. ആ രാത്രിയിലെ നിലാവെളിച്ചത്തിൽ കടങ്ങളും കഷ്ടപ്പാടുകളും മറന്ന് അവർ പരസ്പരം ചേർന്നിരുന്നു. പ്രണയത്തിന്റെ ഏറ്റവും മനോഹരവും പവിത്രവുമായ നിമിഷങ്ങളിലൂടെ അവർ കടന്നു പോവുകയായിരുന്നു. പക്ഷെ ജീവിതം തങ്ങൾക്ക് മുന്നിൽ മാറ്റിവെച്ചിരിക്കുന്നത് അതീവ ഭീകരമായ ഒരു ദുരന്തമാണെന്ന് ആ പാവങ്ങൾ അറിഞ്ഞിരുന്നില്ല. സ്നേഹം കൊണ്ട് അവർ കെട്ടിപ്പടുത്ത ആ കൊച്ചു സ്വപ്നങ്ങൾക്ക് മുകളിലേക്ക് സ്വന്തം ചോര തന്നെ വലിയൊരു ഗൂഢാലോചനയുടെ വിഷപ്പുക പടർത്താൻ പോകുന്നത് അവർ അല്പം പോലും പ്രതീക്ഷിച്ചിരുന്നില്ല. രാമനാഥന്റെ അടച്ചിട്ട മുറി. ജനലുകൾ അടച്ചിട്ടിരിക്കുന്നു. ഡിം ലൈറ്റിന്റെ വെളിച്ചത്തിൽ മേശപ്പുറത്തിരിക്കുന്ന മദ്യക്കുപ്പിയും ഗ്ലാസും. രാമനാഥൻ പുകച്ചുരുളുകൾ വിട്ടുകൊണ്ട് ഉലാത്തുന്നു. പ്രകാശം ഭയത്തോടും എന്നാൽ ഉള്ളിലെ ദേഷ്യത്തോടും കൂടി അവന് മുന്നിലിരിക്കുന്നു. രാമനാഥൻ കയ്യിലിരുന്ന ഗ്ലാസ് മേശപ്പുറത്തേക്ക് അമർത്തി വെച്ചു. അവന്റെ മുഖത്ത് അപമാനത്തിന്റെ തീ ആഞ്ചുന്നുണ്ടായിരുന്നു. രാമനാഥൻ പല്ലുറമി വിറയ്ക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു, പ്രകാശ, ഈ രാമനാഥൻ ഈ നാട്ടിൽ തല ഉയർത്തി നടന്നവനാ. ആ തയ്യൽക്കാരിയും അവൾ ഇറക്കിയ ലൈവ് വീഡിയോയും കാരണം ഇന്ന് വഴിയിൽ പോകുന്നവന്മാര് പോലും എന്നെ നോക്കി പുച്ഛിച്ചു ചിരിക്കുകയാ. നാളെ ആ ബാങ്കിൽ നിന്ന് ലോൺ കൂടെ കിട്ടിയാൽ പിന്നെ നിന്റെ പെങ്ങളെ തൊടാൻ ഈ നാട്ടിൽ ആർക്കും പറ്റിയില്ലെന്ന് വരും. പ്രകാശം കണ്ണുകളിൽ ക്രൂരതയോടെ, അവൾ വളരില്ല രാമനാഥേട്ടാ. അതിനുള്ള വഴി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. നാളെ രാത്രിയാണ് ആ 500 പലഹാരങ്ങൾ ഉണ്ടാക്കുന്നത്. ആര്യയും സുധിയേട്ടനും രാഘവേട്ടന്റെ കുടുംബവും ചേർന്ന് രാത്രി മുഴുവൻ കഷ്ടപ്പെട്ട് അത് ഉണ്ടാക്കും. അവരൊക്കെ ക്ഷീണിച്ചുറങ്ങുന്ന ആ അർദ്ധരാത്രിയിൽ എൻ്റെ ഒരാൾ അവരുടെ അടുക്കളയിലേക്ക് കയറും. കയ്യിലൊരു പൊടിയുണ്ട്. ഫുഡ് പോയ്സൺ ആകുന്ന കേടുവരുന്ന ഒരു തരം രാസവസ്തു. അത് ആ പലഹാരത്തിൽ വീണാൽ പിന്നെ നേരം വെളുക്കുമ്പോൾ കളി മാറും. രാമനാഥന്റെ മുഖത്ത് പതുക്കെ ഒരു ഗൂഢച്ചിരി വിരിഞ്ഞു. അവനായ മധ്യ ഗ്ലാസ് പ്രകാശന് നേരെ നീട്ടി. രണ്ടുപേരും ചേർന്ന് ഇരുട്ടിൽ ആ ചതിക്ക് സഖ്യം ചേർന്നു. പ്രകാശിന്റെ വീടിന്റെ പിൻവശം. രാത്രി 9 മണി. വരാന്തയിൽ ഇരുട്ട് വീണ് കിടക്കുന്നു. ഉമ്മറത്ത് കുഞ്ഞുങ്ങളെ ഉറക്കുകയായിരുന്നു ശ്രീജ. പ്രകാശൻ ഫോണുമായി പറമ്പിൽ ഇരുട്ടിലേക്ക് നടക്കുന്നത് കാണുന്നു. സംശയം തോന്നി ശ്രീജ കാലൊച്ചയുണ്ടാക്കാതെ മരങ്ങളുടെ മറവിൽ വന്ന് നിൽക്കുന്നു. പ്രകാശൻ ചുറ്റും നോക്കി ഫോൺ ചെവിയോട് ചേർത്തു. പ്രകാശം വിറയ്ക്കുന്ന ശബ്ദം പുറത്തു വരാത്ത വിധം താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു, എടാ, ഞാൻ തന്ന മരുന്നിന്റെ പാക്കറ്റ് കയ്യിലില്ലേ? രാത്രി 2 മണിയാകുമ്പോൾ ആര്യയുടെ വീടിന്റെ പിൻവശത്തെ ജനൽ വഴി കയറണം. ഉണ്ടാക്കി വെച്ച പലഹാരപാത്രത്തിന്റെ മൂടി തുറന്ന് അത് മുഴുവൻ ഇടണം. നാളെ നേരം വെളുക്കുമ്പോൾ ഈ നാട്ടിൽ ആര്യ എന്ന് പറയുന്ന ഒരുത്തി ഉണ്ടാകരുത്. മനസ്സിലായോടാ? മരത്തിന്റെ മറവിൽ നിന്ന് ഇത് കേട്ട ശ്രീജയുടെ നെഞ്ചി പടപടാ ഇടിച്ചു. ശ്വാസം പോലും ഇടാൻ വയ്യാത്ത അവസ്ഥ. സ്വന്തം പെങ്ങളെ തകർക്കാൻ പാവപ്പെട്ട മനുഷ്യരുടെ ജീവൻ വെച്ച് കളിക്കാൻ സ്വന്തം ഭർത്താവ് തയ്യാറാകുന്നു എന്ന സത്യം അവളെ തളർത്തി കളഞ്ഞു. അവളുടെ കൈകൾ വിറച്ചു. പക്ഷെ ധൈര്യം സംഭരിച്ച് അവൾ തന്റെ ഫോൺ എടുത്ത് വിറയ്ക്കുന്ന വിരലുകളോടെ ക്യാമറ ഓൺ ചെയ്തു. ജനലിന്റെ മറവിലൂടെ പ്രകാശന്റെ മുഖവും അവൻ ഫോണിൽ സംസാരിക്കുന്നതും വ്യക്തമായി അവൾ വീഡിയോയിൽ റെക്കോർഡ് ചെയ്തു. കണ്ണീർ തുള്ളികൾ അവളുടെ കവളിലൂടെ ഒഴുകിയിറങ്ങി.
ആര്യയുടെ വീടിന്റെ അടുക്കള. പുലർച്ചെ 1 മണി. അടുപ്പിലെ തീയുടെ ചുവട്ടിൽ ആര്യയുടെ മുഖത്ത് വിയർപ്പ് തുള്ളികൾ പൊടിയുന്നു. വട വറുത്തെടുക്കുന്ന ശബ്ദവും കൊഴുക്കട്ടയ്ക്കുള്ള മാവ് കുഴയ്ക്കുന്ന ശബ്ദവും. ഒരു വശത്ത് സുധി അരിപ്പൊടി വറുക്കുകയും ചെയ്യുന്നു. രാഘവേട്ടനും ഭാര്യയും സാധനങ്ങൾ പാക്ക് ചെയ്യുന്നു. ക്ഷീണം കാരണം സുചിത്ര വരാന്തയിലെ കസേരയിൽ തല വെച്ചുറങ്ങുന്നു. ആര്യ വിയർപ്പ് തുടച്ചുകൊണ്ട് ആശ്വാസത്തോടെ, സുധിയേട്ടാ, ഈ 500 പലഹാരം കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഹസൻക പറഞ്ഞ ബാങ്ക് ലോണിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും. നമുക്ക് വാടകയ്ക്കെങ്കിലും ടൗണിൽ ഒരു ചെറിയ കട തുടങ്ങാം. കഷ്ടപ്പാടുകളൊക്കെ പതുക്കെ മാറുമല്ലോ. സുധി ആര്യയുടെ ക്ഷീണിച്ച മുഖത്തേക്ക് സ്നേഹത്തോടെ നോക്കിക്കൊണ്ട് പറഞ്ഞു. മാറും ആര്യ. നിന്റെ ഈ വിയർപ്പിനും അധ്വാനത്തിനും ദൈവം ഫലം തരാതിരിക്കില്ല. നീ ഒത്തിരി കഷ്ടപ്പെട്ടു. പോയി കുറച്ചു നേരം കിടന്നോ. ബാക്കി ഞങ്ങൾ പാക്ക് ചെയ്തോളാം. പുലർച്ചെ 2 മണിയോടെ എല്ലാ പലഹാരങ്ങളും ഉണ്ടാക്കി വലിയ 2 അലുമിനിയം പാത്രങ്ങളിൽ അടച്ചുവെച്ച് വാതിലുകൾ പൂട്ടി എല്ലാവരും തളർന്നുറങ്ങാൻ പോയി. സമയം രാത്രി 2:30. അടുക്കളയുടെ പിൻവശത്തെ പഴയ തടിജനൽ പതുക്കെ തുറക്കുന്ന ശബ്ദം. കറുത്ത തുണി കൊണ്ട് മുഖം മൂടിയ ഒരു രൂപം അതിലൂടെ അകത്തേക്ക് ഇഴഞ്ഞു കയറുന്നു. പാത്രത്തിന്റെ മൂടി മെല്ലെ മാറ്റി അവൻ കയ്യിലിരുന്ന വിഷപ്പൊടി ആ പലഹാരങ്ങൾക്ക് മുകളിലേക്ക് വിതറി. മൂടി വീണ്ടും അടച്ച് അവൻ വന്നതുപോലെ ഇരുട്ടിലേക്ക് മറഞ്ഞു. രാവിലെ 6 മണി. ഒന്നും അറിയാതെ ആര്യയും സുധിയും ചേർന്ന് ആ പാത്രങ്ങൾ വണ്ടിയിലേക്ക് കയറ്റി ഹസൻകായുടെ കടയിലേക്കും അസോസിയേഷന്റെ പ്രോഗ്രാം ഹാളിലേക്കും സന്തോഷത്തോടെ എത്തിക്കുന്നു. ഉച്ചയ്ക്ക് 1:30. പുതിയ കടയുടെ വാടകയെക്കുറിച്ച് സംസാരിച്ച് ആര്യയും സുധിയും വീടിന്റെ ഉമ്മറത്തിരിക്കുമ്പോൾ ദൂരെ ഒരു കാർ വന്ന് ഭയങ്കര ശബ്ദത്തോടെ ബ്രേക്ക് ഇടുന്നു. ഹസൻക ഭയന്നു വിറച്ച് കാറിൽ നിന്നിറങ്ങി ഓടിയെത്തുന്നു. ഹസൻക കൈകൾ വിറച്ചുകൊണ്ട് കരച്ചിലിന്റെ വക്കിൽ പറഞ്ഞു. ആര്യയെ, നാശമായി, എല്ലാം തകർന്നു മോളെ. നീ കൊണ്ടുകൊടുത്ത് പലഹാരം കഴിച്ച കുട്ടികളും അസോസിയേഷൻ ഭാരവാഹികളും അടക്കം 20ഓളം പേർക്ക് കഠിനമായ വയറുവേദനയും ഛർദിയും വന്ന് ആശുപത്രിയിലായി. 2 കുട്ടികളുടെ നില വളരെ ഗുരുതരമാണ്. ആ വാക്ക് കേട്ടതും ആര്യയുടെ കയ്യിലിരുന്ന ചായ ഗ്ലാസ് തറയിൽ വീണ് ഉടഞ്ഞു. അവളുടെ ബോധം മറഞ്ഞു പോകുന്നത് പോലെ തോന്നി. സുധി അവളെ ചേർത്ത് പിടിച്ചു. പെട്ടെന്ന് ആര്യയുടെ ഫോൺ ഉറക്കെ ശബ്ദിച്ചു. അസോസിയേഷൻ പ്രസിഡന്റ് അപ്പുറത്തു നിന്ന് ഗർജിക്കുകയായിരുന്നു. പ്രസിഡന്റ് കോപത്തിൽ വിറച്ചുകൊണ്ട്, എടി അഹങ്കാരി, നിനക്ക് കാശുണ്ടാക്കാൻ ഞങ്ങളുടെ കുട്ടികളുടെ ജീവൻ വെച്ചാണോ നീ കളിച്ചത്? അഴുക്കുചാലിലെ വെള്ളവും കേടായ സാധനങ്ങൾ വെച്ച് പലഹാരം ഉണ്ടാക്കി ഞങ്ങൾക്ക് തന്ന നിന്നെ ഞങ്ങൾ വെറുതെ വിടില്ല. പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. നിന്നെ കൊണ്ട് ഞങ്ങൾ അഴിയെണ്ണിക്കും. അപ്പോഴേക്ക് നാട്ടുകാർ ഓരോരുത്തരായി ആര്യയുടെ വീടിന് മുന്നിലേക്ക് തടിച്ചുകൂടാൻ തുടങ്ങി. അവർ ആര്യയുടെ വീടിന് നേരെ കല്ലെറിയാനും ചീത്ത വിളിക്കാനും തുടങ്ങി. വിഷം കൊടുത്ത് കൊല്ലാൻ നോക്കിയവൾ എന്ന് ആളുകൾ അലറി. ആര്യ നെഞ്ചത്തടിച്ച് തറയിലിരുന്ന് ഏങ്ങലടിച്ചുകൊണ്ട്, സുധിയേട്ടാ, വിണ്ണിലെ ദൈവമാണ് സത്യം. ഞാൻ കേടായ ഒരു സാധനവും അതിൽ ചേർത്തിട്ടില്ല. എൻ്റെ കുഞ്ഞുങ്ങളുടെ തലയിൽ തൊട്ട് ഞാൻ പറയാം, ഞാൻ അതിൽ വിഷം കലർത്തിയിട്ടില്ല. ആരാ സുധിയേട്ടൻ നമ്മളോട് ഈ ചതി ചെയ്തത്? എന്തിനു നമ്മളെ ഇങ്ങനെ ജീവനോടെ കൊല്ലുന്നത്? ആര്യയുടെ കരച്ചിൽ കേട്ട് സുധിയും രാഘവേട്ടനും എന്തു ചെയ്യണമെന്നറിയാതെ തകർന്നു പോയി. പ്രകാശന്റെ വീട്. സന്തോഷം അടക്കാനാകാതെ മദ്യപിച്ച് ലക്കുകെട്ടാണ് പ്രകാശൻ വീട്ടിലെത്തുന്നത്. അവന് മുന്നിലേക്ക് ഭയത്തോടെയും ദേഷ്യത്തോടെയും ശ്രീജ നടന്നെത്തുന്നു. പ്രകാശൻ ഉറക്കെ ചിരിച്ചുകൊണ്ട്, ശ്രീജെ, കണ്ടോടി നിന്റെ നാത്തൂന്റെ അവസ്ഥ. ടൗണിൽ പോയി ബുട്ടീക്ക് തുടങ്ങാനും കടയിടാനും നടന്നവൾ ഇപ്പോൾ പോലീസിനെ പേടിച്ച് വീട്ടിനുള്ളിൽ കെട്ടിപ്പിടിച്ചിരുന്ന് കരയുകയാ. ആ പലഹാരത്തിൽ ഞാൻ കൊടുത്തുവിട്ട മരുന്ന് വീണപ്പോളെ അവളുടെ കഥ കഴിഞ്ഞു. ഇനി അവൾ ഈ ആകാശത്തോട്ട് വളരില്ലടി. പ്രകാശൻ അകത്തേക്ക് പോയപ്പോൾ ശ്രീജ വിറയ്ക്കുന്ന കൈകളോടെ തൻ്റെ ഫോണിലേക്ക് നോക്കി. അവളുടെ ഉള്ളിൽ വലിയൊരു കൊടുങ്കാറ്റ് അടിച്ചു വീശുകയായി. എൻ്റെ കയ്യിൽ തെളിവുണ്ട്. ഈ ഒരു വീഡിയോ പോലീസിന് കൊടുത്താൽ ആര്യേച്ചി നിരപരാധിയാണെന്ന് തെളിയും. അവളുടെ മാനവും ജീവിതവും രക്ഷപ്പെടും. പക്ഷേ ഇത് പോലീസിന് കൊടുത്താൽ ജയിലിൽ പോകുന്നത് എൻ്റെ ഭർത്താവാണ്. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അച്ഛനില്ലാതാകും. ഞാൻ എന്തു ചെയ്യും ദൈവമേ? സ്വന്തം ഭർത്താവിനെ ഒറ്റുകൊടുത്ത് നാത്തൂനെ രക്ഷിക്കണോ? അതും ഒന്നും അറിയാത്ത പോലെ മൗനം പാലിച്ച് ആ പാവം പെണ്ണിനെ ജയിലിലേക്ക് വിടണോ? ശ്രീജ ഫോൺ നെഞ്ചോട് ചേർത്ത് പിടിച്ച് പൊട്ടിക്കരഞ്ഞു. സത്യത്തിനും ഭർത്താവിനും ഇടയിൽപ്പെട്ട് അവൾ ആകെ തകർന്നു പോയി. ആര്യയുടെ വീടിന്റെ ഉമ്മറം. ബാങ്ക് മാനേജർ വന്ന് മൈക്രോ ലോൺ റദ്ദാക്കിയതായി അറിയിച്ച് കടലാസ് തിരികെ വാങ്ങുന്നു. തൊട്ടു പിന്നാലെ സൈറൻ മുഴക്കിക്കൊണ്ട് 2 പോലീസ് ജീപ്പുകൾ വീട്ടുമുറ്റത്തേക്ക് പാഞ്ഞെത്തുന്നു. ജീപ്പിൽ നിന്ന് ഇൻസ്പെക്ടറും സംഘവും ഫുഡ് സേഫ്റ്റി ഓഫീസർമാരും ഇറങ്ങി വരുന്നു. ഇൻസ്പെക്ടർ കർശന സ്വരത്തിൽ പറഞ്ഞു, ആര്യ, നിങ്ങളുടെ പലഹാരം കഴിച്ച് ആശുപത്രിയിലായ ഒരു കുട്ടിയുടെ നില അതീവ ഗുരുതരമാണ്. ആൾ അപായപ്പെടാൻ സാധ്യതയുണ്ട്. മനുഷ്യജീവൻ വെച്ച് കളിച്ചതിന് ഫുഡ് പോയ്സണിംഗ് കേസിൽ നിങ്ങളെ ഞങ്ങൾ അറസ്റ്റ് ചെയ്യുകയാണ്. പോലീസുകാരി ആര്യയുടെ കയ്യിൽ പിടിക്കുന്നു. ആര്യ തളർന്നു വീഴാൻ പോയി. സുധി ഇൻസ്പെക്ടറുടെ കാല് പിടിച്ചു കരയുന്നു. സാറേ, എൻ്റെ പെണ്ണ് ഒരു തെറ്റും ചെയ്യില്ല സാറേ. ദയവ് ചെയ്ത് അവളെ അറസ്റ്റ് ചെയ്യരുത്. നാട്ടുകാരുടെ അധിക്ഷേപങ്ങൾക്കും പോലീസിന്റെ അറസ്റ്റിന് നടുവിൽ ആര്യ കൈകൂപ്പി നിൽക്കുമ്പോൾ ദൂരെ വഴിയിൽ ശ്രീജ തൻ്റെ ഫോൺ കയ്യിൽ മുറുകെ പിടിച്ച് കണ്ണീരോടെ വിറച്ച് നിൽക്കുകയാണ്. അവൾ ഫോണിലെ ആ വീഡിയോ പോലീസിന് കാണിച്ചു കൊടുക്കുമോ? അതോ ഭർത്താവിനെ രക്ഷിക്കാൻ ആ മൗനം തുടരുമോ?